ധന്യ മേരി വർഗീസുമായിട്ടുള്ള ചാറ്റിംഗ് തുടരുകയാണ്. ഞാൻ ഇതുവരെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ചീറ്റ് ചെയ്തില്ല, ചാറ്റ് ചെയ്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം അടുത്ത സെക്ടർ. ഓക്കെ, സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ 4 ചോദ്യമാണ്, കുറച്ചുകൂടെ കടുപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് രാജമാണിക്യം എന്നൊരു സെക്ടർ ഉണ്ട്, അതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓപ്ഷൻ ഒന്നുമില്ല. അത് ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, 10 സെക്കൻഡ്. 10 സെക്കൻഡ്. ഞാൻ പേടിപ്പിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഉസ്താദ് ഹോട്ടൽ എന്ന ഈ ചിത്രത്തിൽ അഭിനയിച്ച ഏത് താരമാണ് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത്? എ അബി, ബി ജിഷ്ണു, സി സുകുമാരി. ശരിക്കും അവർ 3 പേരും ഇപ്പോൾ ഇല്ല. ശരിക്കും ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് ചേച്ചി അഭിനയിച്ചിട്ടില്ല മൂവിയിൽ. ജിഷ്ണു ഒരു ഹോട്ടൽ സീൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിത്യയുടെ ഫിയാൻസി ആയിട്ട് വന്ന് അഭിനയിക്കുന്നുണ്ട് അതിൽ. അപ്പം ജിഷ്ണു ആണ് അതിനകത്ത്. ബി ജിഷ്ണു. ജിഷ്ണുവിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി, ബി ജിഷ്ണു അവിടെ ഇരിക്കട്ടെ. സുമാരി ചേച്ചിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നിറയെ മൂവീസും, പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കമ്പനിയുടെ. അല്ലാതെ ഒരു സീരിയലിൽ ഞാനും ഹസ്ബൻഡും ചേച്ചിയായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തു. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ ചെയ്തത്. ചേച്ചിയുടെ ഒരു സമയം എന്ന് പറയുമ്പോൾ എത്ര വർഷമായില്ല, ഇപ്പം ചേച്ചി ഇല്ലാന്ന് നമുക്ക് തോന്നുന്നില്ല. അത്രയും കഥാപാത്രങ്ങളാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. അപ്പം ഭയങ്കര സ്നേഹമാണ് ചേച്ചിക്ക് എല്ലാവരോടും. പ്രത്യേകിച്ച് ഞങ്ങൾ അന്നൊക്കെ ഞാൻ കുറച്ചുകൂടി കൊച്ചുകുട്ടിയാണ്. അപ്പം ഭയങ്കര സ്നേഹം. മോളെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എനിക്ക് തരും. അങ്ങനെ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ആ ഒരു സ്നേഹം അറിയാൻ അവസരം ഞാൻ ഒരു സിനിമയെ നിർമ്മിച്ചിട്ടുള്ളൂ, അർദ്ധനാരി. ഈ അർദ്ധനാരിയിൽ ഞാൻ എല്ലാവരുടെ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ചോദിച്ചു, എത്രയാണ് എമൗണ്ട്, എഗ്രിമെൻ്റ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എല്ലാം ചോദിച്ചു. എല്ലാവരും പറഞ്ഞു എഗ്രിമെൻ്റ് ഇട്ടു. പക്ഷേ പെട്ടെന്നൊരു ക്യാരക്ടർ അവിടെ വന്നു. ആ ക്യാരക്ടർ ചെയ്യാൻ സുമാരി ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ സുമാരി ചേച്ചിയെ ഞാൻ ഡയറക്റ്റായിട്ട് വിളിക്കുന്നു. മദ്രാസിൽ ഫോൺ എടുക്കുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ശ്രീകുട്ടനാണ്. ആ കുട്ടാ പറയൂ എന്ന് പറഞ്ഞു. എന്നെ ആദ്യം എൻ്റെ പേര് പറഞ്ഞ ഉടനെ പറയുന്നത് പൊൽത്തിങ്കൽക്കല പൊട്ടു തൊട്ട്. കാരണം ഞാൻ എല്ലാ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇതാണ് ആദ്യം പാടുന്നത്. അപ്പോൾ എന്നെ എപ്പോഴും കളിയാക്കും. കുട്ടനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊൽത്തിങ്കൽക്കല അങ്ങനെ ടക്കം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു പടം എടുക്കുന്നു. ആഹാ, കുട്ടൻ പടം എടുക്കുന്നോ? അപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കൊരു 7 ദിവസത്തെ ഡേറ്റ് വേണം, ചിലപ്പോൾ അത് 10 ആവുന്നു. അപ്പോൾ സുകുമാരി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ എവിടെയാണ് മോനെ ഷൂട്ടിങ്? ഞാൻ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ്, ഇന്ന ഡേറ്റാണെന്ന് പറഞ്ഞു. ഓക്കെ മോനെ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം എൻ്റെ, ചേച്ചി ഞാൻ എത്രയാണ് കരുതേണ്ടത് എന്ന് വെച്ചു. കുട്ടാ, ഞാൻ വന്ന് അഭിനയിച്ചിട്ട് പോവും, കുട്ടൻ ഇഷ്ടമുള്ളതാ. സത്യം പറഞ്ഞാൽ ഞാൻ 1 മാസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും വിളിച്ച് ഈ കോർഡിനേറ്റ് ചെയ്യാൻ ചേച്ചിയുടെ ഒരു വാക്കിൽ ഞാൻ കരഞ്ഞുപോയി. ഇപ്പോഴും ആ നിമിഷം, ഒരു ദിവസം രാത്രി 8 മണിക്കാണ് ഞാൻ വിളിക്കുന്നത്, ആ നിമിഷം ഞാൻ മറക്കില്ല. കാരണം വന്നു, ചേച്ചി അഭിനയിച്ചു, ഞാൻ കൊടുത്ത പൈസ വാങ്ങിച്ചു, പോയി. ഞാൻ ഡീസൻ്റ്ലി പെയ്ഡായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ പറയുമ്പോഴേ നമുക്ക് 1 രൂപ കുറയ്ക്കാൻ തോന്നില്ല. ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര നമ്മളെയൊക്കെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ബി ജിഷ്ണു ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ജിഷ്ണു ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ഉത്തരം ശരിയായ സന്തോഷം. അപ്പോൾ ഇന്നലെ തുടക്കം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഒരു കാര്യം, ജോണിനെ കുറിച്ച്. ജോൺ എവിടെ, ഞങ്ങൾ ഒന്നിച്ചേ പോകാറുള്ളൂ, ഇപ്പം ജോൺ ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വിഷമിക്കേണ്ട ധന്യ, ജോണിനെ ഞാനിവിടെ സർപ്രൈസ് ആയിട്ട് വരുത്തുന്നു. ജോൺ, വെൽക്കം ടു പറയാം നേടാം, ദ ബിഗ് ഗെയിം ഷോ. നമസ്കാരം. ഇപ്പം ഏത് ലൊക്കേഷനിലാണ്?
ഞാൻ ഒരു പുതിയൊരു സീരിയൽ ജോയിൻ ചെയ്തു. ഇന്ന് ഫസ്റ്റ് ഡേ, ഇന്ന് ഇവിടെ ഷൂട്ട് തുടങ്ങിയുള്ളൂ. അപ്പൊ അതിന്റെ ലൊക്കേഷനാണ്. എനിക്ക് തന്നെ പോയപ്പോ ഉള്ള ഒരു ആദ്യം ഉണ്ടായിരുന്നു, എന്തായാലും അവളുടെ പാട്ടായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ അക്ബർ അസോണിയിൽ പറയുന്ന പോലെ പാടാൻ പറയുമ്പോ പാടല്ലേ എന്ന് പറയും, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേ. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. വെണ്ണില ചന്ദനക്കിട എന്നുള്ള പാട്ട് വളരെ രസകരമായിട്ട് പാടി, നന്നായിട്ട് പാടി. ലോക പരാജയമാണല്ലേ? പക്ഷെ അതെന്തായാലും ലോക പരാജയമാണ്. എന്തായാലും പറയാം, നേടാന്ന് പറയുന്ന പ്രോഗ്രാമില് ധന്യക്കൊരു നേട്ടമാണ്. ഒരു ലെജൻഡിന്റെ ഫ്രണ്ടില് ധൈര്യത്തോടു കൂടി ഇത്രയും ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത്. സത്യം, ഞാൻ പറഞ്ഞു, എന്നെ രണ്ടുപേരും പാടിപ്പിച്ചു. അപ്പോൾ സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ. ഓക്കെ? അയ്യോ, ഓക്കെ, ട്രൈ ചെയ്യാം. പണി കിട്ടി. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. ഈ സിനിമയിൽ തിലകൻ ചെയ്ത കഥാപാത്രത്തിന് തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് പ്രണയം തോന്നി എന്ന് പറയുന്നത്? എ 17, ബി 21, സി 18. ജോൺ അറിയോ? പ്രണയത്തെ കുറിച്ച് പറയുമ്പോ ജോൺ പറയേണ്ടതാണല്ലോ. അതെ അതെ, പക്ഷെ നമ്മള് പ്രായം അങ്ങനെ ഒരു ഫാക്ടറേ അല്ല പ്രണയത്തിൽ. അത് ഇതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രണയിച്ച ആളെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ എന്തായാലും 17 വയസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മീശ മുളയ്ക്കാത്ത എന്നും പറഞ്ഞ അങ്ങനെ ഒരു രീതിയിൽ ആ പാട്ട് വരുന്നത്. അപ്പം ബോർഡർ ലൈനിൽ നിൽക്കുന്നതാണ് ആ ഏജ്. 18 ആയിരിക്കും. സി 18. സി 18. ഞാൻ സി 18. നമുക്കൊരു കാര്യം ചെയ്താലോ? ഞാൻ 18 പറയാം, ഈ 17 പറയാം. അയ്യോ, ഞാൻ പറഞ്ഞാണ് ഇവിടെ ലോക്ക് ചെയ്യുക. അപ്പൊ പിന്നെ പോയി. അപ്പൊ ഏതാ പറയാ നമ്മള്? 18. കാരണം 17 പിന്നെ ആളെ കല്യാണം കഴിച്ചു. അതാണ് ഗ്രാൻഡ് മദർ എന്ന് ദുൽഖറിന്റെ അടുത്ത് പറയുന്നുണ്ട്. സി 18 ആണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. 18നെ ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ജോണിനെ ഒന്ന് ആക്രമിക്കാൻ പോവാ. ഓക്കെ. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്, എന്താണത്? അപ്പം പോലെ തടിയുണ്ട്. പാട്ടിലൂടെ വേണേ ചോദിക്കാം. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്, പറയൂ. അതെന്താണെന്നല്ലേ? കുസൃതി ചോദ്യമാണ്. കടങ്കഥയാണ്. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്. ചിലരൊക്കെ അത് കഴിക്കാറുമുണ്ട്. ആണോ? ഒരു പന്തയത്തില് പുള്ളിക്കാരനാ ജയിച്ചത്, വളരെ ഫേമസ് ആയിട്ട്. ഏതാ? കറക്റ്റ്. അവിടെ മുയലെന്ന്. അപ്പം പോലെ തടിയുണ്ട്, അല്പം തലയുണ്ട്. അല്പം തല. കുഴപ്പമില്ല, ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ സി 18 രണ്ടുപേരും കൂടെ ഉത്തരം നൽകിയിരിക്കുന്നത്. Congratulations, your answer is correct.